മിഡിൽ ഈസ്റ്റിൽ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമായി ദിശയിലേക്ക് നീങ്ങുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം ഇപ്പോൾ പശ്ചിമേഷ്യൻ കടൽപാതകളെ പൂർണ്ണമായും വിറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെൻട്രൽ കമാൻഡ് US സെൻകോം പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് റീജിയനിൽ 20-ലധികം വമ്പൻ US യുദ്ധക്കപ്പലുകളാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇറാനിലേക്ക് പോകുന്നതും ഇറാനിയൻ തുറമുഖങ്ങളിൽ നിന്ന് പുറപ്പെടുന്നതുമായ ചരക്ക് കപ്പലുകൾക്ക് നേരെ ശക്തമായ നേവൽ ബ്ലോക്കേഡാണ് US ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതുവരെ 55-ലധികം വാണിജ്യ കപ്പലുകളെ US സൈന്യം വഴിതിരിച്ചുവിട്ടു. നിർദ്ദേശമനുസരിക്കാത്ത കപ്പലുകളെ കടലിൽ വെച്ച് പ്രവർത്തനരഹിതമാക്കുകയോ കയറി പരിശോധിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ കടുത്ത സൈനിക നീക്കം ആഗോള എണ്ണ വിപണിയെയും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെയും എങ്ങനെ ബാധിക്കും? അമേരിക്കയുടെ ഈ നീക്കത്തിന് പിന്നിലെ തന്ത്രം എന്താണ്? ഇതിന്റെ എല്ലാ ടെക്നിക്കൽ ജിയോ പൊളിറ്റിക്കൽ വശങ്ങളും നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ എന്താണ് ഈ ഒരു ബ്ലോക്കേഡ് നടക്കുന്നത് എന്ന് വിശദമായിട്ട് പരിശോധിക്കാം. ഒന്ന്, സെൻകോം വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്. US സെൻട്രൽ കമാൻഡ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ നൽകിയ വിവരങ്ങൾ അനുസരിച്ച് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ ആയിട്ടുള്ള USS റോസ് DDG-71 എയർക്രാഫ്റ്റ് കാരിയറായ USS എബ്രഹാം ലിങ്കൺ CVN-72 തുടങ്ങിയ 20-ലധികം US യുദ്ധക്കപ്പലുകൾ പേർഷ്യൻ ഗൾഫിലും ഒമാൻ ഉൾക്കടലിലും പാട്രോളിംഗ് നടത്തുകയാണ്. 55 കപ്പലുകൾ തടഞ്ഞിട്ടുണ്ട്. ഇതുവരെ 55 വാണിജ്യ കപ്പലുകളെ ഇറാന്റെ തീരങ്ങളിലേക്ക് കടക്കാൻ അനുവദിക്കാതെ US സേന തിരിച്ചുവിട്ടു. മുന്നറിയിപ്പുകൾ അവഗണിച്ച 2 കപ്പലുകളെ സൈന്യം ഡിസേബിൾ ചെയ്തു, അതായത് അവയുടെ എഞ്ചിൻ പ്രവർത്തനം തടസ്സപ്പെടുത്തി. 2 കപ്പലുകളിൽ US സൈനികർ നേരിട്ട് കയറി ബോർഡിംഗ് പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. അടുത്തത് ഹ്യൂമാനിറ്റേറിയൻ എക്സംഷൻ ഉണ്ട്. എന്നാൽ ജീവകാരുണ്യ സഹായങ്ങളും മരുന്നുകളും ഭക്ഷണവുമായിട്ട് പോകുന്ന 30-ലധികം കപ്പലുകൾക്ക് US സേന ഇളവ് നൽകി കടത്തിവിട്ടിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. ലോകത്തിലെ മൊത്തം ക്രൂഡ് ഓയിൽ കയറ്റുമതിയുടെയും 5-1 LNGയുടെയും വലിയൊരു പങ്കും കടന്നു പോകുന്നത് സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് വഴിയാണ്. ഇറാന്റെ പ്രതികാരം എങ്ങനെയാണെന്ന് നോക്കുമ്പോൾ അമേരിക്കൻ ഉപരോധത്തിനും ആക്രമണങ്ങൾക്കും മറുപടിയായിട്ട് ഈ കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്താൻ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് ശ്രമിച്ചിരുന്നു. ഇന്റർനാഷണൽ ടാങ്കറുകൾ തടഞ്ഞുവെച്ചും ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയും ഇറാൻ സമ്മർദ്ദം ചെലുത്തി. ഇനി അമേരിക്കയുടെ തിരിച്ചടി പരിശോധിക്കുമ്പോൾ ഇതിന് മറുപടിയായിട്ട് പ്രസിഡന്റ് ട്രംപിന്റെ ഭരണകൂടം ഇറാന്റെ ഇക്കണോമിയെ പൂർണ്ണമായും വറ്റിക്കാൻ, തകർക്കാൻ തക്കവണ്ണം അവരുടെ എല്ലാ തുറമുഖങ്ങളിലേക്കുമുള്ള സമുദ്ര വ്യാപാരം തടയുന്ന ഉപരോധം, കംപ്ലീറ്റ് മാരിടൈം ബ്ലോക്കേഡ് പ്രഖ്യാപിച്ചു. ഇറാന്റെ സാമ്പത്തിക അടിത്തറ തകർക്കുക എന്നതാണ് വാഷിംഗ്ടണിന്റെ പ്രധാന ലക്ഷ്യം. ഈ സൈനിക നീക്കങ്ങൾക്കിടയിലും അമേരിക്കയുടെ ഭാഗത്തു നിന്നും ചില നയതന്ത്ര സൂചനകൾ പുറത്തു വരുന്നുണ്ട്. മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ മിലിറ്ററി കോൺഫ്രണ്ടേഷനിൽ നിന്നും ഒരു എക്സിറ്റ് സ്ട്രാറ്റജി അഥവാ പിന്മാറ്റത്തിനുള്ള വഴി തിരയുന്നതായിട്ട് വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാൻ പൂർണ്ണമായും ഹോർമുസ് കടലിടുക്ക് അന്താരാഷ്ട്ര കപ്പലുകൾക്കായിട്ട് തുറന്നു കൊടുക്കുകയാണെങ്കിൽ മറ്റു തർക്കങ്ങൾ മാറ്റിവെച്ച് തങ്ങൾക്ക് വിജയം പ്രഖ്യാപിച്ച് യുദ്ധം അവസാനിപ്പിക്കാൻ US തയ്യാറായേക്കാം. ഇനി രണ്ടാമത് ഇക്കണോമിക് പ്രഷറുണ്ട്. പുതിയൊരു വൻകര യുദ്ധത്തിലേക്ക് കടക്കാതെ ഇറാന്റെ ഉയർന്ന പണപ്പെരുപ്പത്തെയും സാമ്പത്തിക തകർച്ചയും മുതലെടുത്ത സാമ്പത്തിക ഉപരോധത്തിലൂടെ ഇറാനെ മുട്ടുകുത്തിക്കാനാണ് US നിലവിൽ മുൻഗണന നൽകുന്നത്. ഇനി ഈ US ഇറാൻ പോരാട്ടത്തിന്റെ പ്രാക്ടിക്കൽ ഗ്ലോബൽ വശങ്ങൾ ഒന്ന് നോക്കുമ്പോൾ സപ്ലൈ ചെയിൻ തകർച്ചയും എണ്ണവിലയുമാണ് ആദ്യം വരുന്നത്. സെൻട്രൽ ഏഷ്യയിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നും വരുന്ന എണ്ണക്കപ്പലുകൾ വഴിതിരിച്ചുവിടുന്നതും തടഞ്ഞു പിടിക്കുന്നതുമൊക്കെ ആഗോള സപ്ലൈ ചെയിനിനെ കടുത്ത പ്രതിസന്ധിയിലാക്കുകയാണ്. ഇത് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില ഉയരാൻ കാരണമാകുന്നു. ഇനി ഇതിൽ ഇന്ത്യയുടെ ആശങ്കകൾ വരുന്നു. ഒന്ന്, എണ്ണ സപ്ലൈ ആണ്. ഇന്ത്യക്ക് ആവശ്യമായ ക്രൂഡ് ഓയിലിന്റെ നല്ലൊരു ശതമാനം വരുന്ന റൂട്ടാണിത്. സമുദ്രമേഖലയിലെ ഭീതി ഇന്ത്യയിലേക്കുള്ള ചരക്ക് നീക്കത്തിന്റെ ഇൻഷുറൻസ് നിരക്കുകൾ, അതായത് ഫ്രീറ്റ് ആൻഡ് ഇൻഷുറൻസ് കോസ്റ്റ് വർദ്ധിപ്പിക്കും. ഇനി അടുത്തത് നാവികരുടെ സുരക്ഷയാണ്. ദിവസങ്ങൾക്ക് മുൻപ് 28 ഇന്ത്യൻ ജീവനക്കാർ ഇറാനിയൻ തീരത്ത് കുടുങ്ങിയ സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിർത്തിയിൽ പോരാട്ടം കനക്കുമ്പോൾ അത് മലയാളി നാവികർ ഉൾപ്പെടെയുള്ള 100 കണക്കിന് ഇന്ത്യക്കാരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ്. ഡിപ്ലോമാറ്റിക് ഡെഡ്ലോക്ക് ആണ്. ഇനി പാകിസ്ഥാൻ, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായൊരു സമാധാന കരാറിലെത്താൻ ഇരു വിഭാഗങ്ങൾക്കും ഇതുവരെ സാധിച്ചിട്ടില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ സമുദ്രമേഖല ഒന്നടങ്കം ഒരു യുദ്ധക്കളമായിട്ട് മാറിയിരിക്കുകയാണ്. 20-ലധികം യുദ്ധക്കപ്പലുകളുമായിട്ട് അമേരിക്ക വിന്യസിച്ചിരിക്കുന്ന നേവൽ ബ്ലോക്കേഡ് ഇറാന്റെ സാമ്പത്തിക നട്ടലടിക്കാൻ പോകുന്ന ഒന്നാണ്. പക്ഷേ ചരക്ക് കപ്പലുകൾ തടയുന്നതും എഞ്ചിൻ പ്രവർത്തനരഹിതമാക്കുന്നതും പോലെയുള്ള നടപടികൾ സ്ഥിതിഗതികൾ ഏതൊരു നിമിഷവും ഒരു വൻകിട ആഗോള യുദ്ധത്തിലേക്ക് എത്തിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.